കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണ പ്രതിസന്ധിയിൽ പരിഹാരം. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിതരണക്കാരുമായി നടത്തിയ ചർച്ച വിജയകരം. വിതരണക്കാർ ഇന്നു മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കും. വിതരണക്കാർക്ക് നൽകാനുള്ള ആദ്യ ഗഡു ഇന്ന് നൽകും. ബാക്കി തുക വരുന്ന ദിവസങ്ങളിൽ നൽകാനും തീരുമാനമായി. വിവരങ്ങളുമായി കോഴിക്കോട് ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ആശ്വാസവാർത്ത തന്നെയാണ് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒക്കെ സംബന്ധിച്ച്. എങ്ങനെയാണ് ഈ ചർച്ചയിൽ പ്രശ്നപരിഹാരമായത് എന്നുള്ളതാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നേക്ക് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം നിലച്ചിട്ട് 9 ദിവസം പിന്നിടുകയാണ്. ഈ 9ാം ദിവസത്തെ ചർച്ചയിലാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി വിതരണക്കാർ നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. വിതരണക്കാർ ഇന്നു മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കും എന്നൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിതരണക്കാർക്ക് നൽകുവാനുള്ള ആദ്യ ഗഡു ഇന്ന് നൽകുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി തുക വരുന്ന ദിവസങ്ങളിലായിരിക്കും നൽകുക. വിതരണക്കാർക്ക് നൽകുവാനുള്ള ആദ്യ ഗഡുവിന്റെ ഭാഗം 1 കോടി രൂപ ഇന്ന് തന്നെ നൽകുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇതിൽ പ്രധാനമായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 75 കോടി രൂപയോളമാണ് ഇവർക്ക് കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത് ഡിസംബർ 31 വരെയുള്ള തുക ഇവർക്ക് ലഭ്യമാകണമെന്നാണ്. ഈ തുക ഈ വെള്ളിയാഴ്ച ഈ തുകയുടെ പകുതി തുക നൽകുമെന്നാണ് ഇപ്പോൾ ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാക്കി തുക പിന്നീട് നൽകുമെന്ന് ഈ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇത് പ്രകാരമാണ് മരുന്ന് വിതരണം പുനരാരംഭിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്നാണ് വിതരണക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിതരണ ആവശ്യങ്ങൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ആരോഗ്യ വകുപ്പുമുള്ളവർ അംഗീകരിച്ചിരിക്കുകയാണ് ലക്ഷ്മി. വിവരങ്ങൾ